ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഒരു എഡീഷൻ നമുക്ക് ആകെ 2700 യൂണിറ്റ്സ് ആണ് മേക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 800 യൂണിറ്റ്സോളം നമുക്ക് സെൽ ഔട്ട് ആയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പൊ നമുക്ക് ഇതിൽ ബൂട്ട് സ്പേസ് ഇത്ര ഇൻക്രീസ് ആയിട്ടുള്ള കാരണം തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോങ് ഡ്രൈവ്സ് പോകുമ്പോഴാണെങ്കിലും നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാനും കൂടെ പറ്റും. അതായത് ഒരു ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ റൂം എടുക്കേണ്ട ആവശ്യമില്ല. അപൂർവം എന്തായാലും വണ്ടി ആപ്റ്റാട്ടോ. ഓക്കെ, എനിക്കിപ്പോ ഇതിനുള്ള ഒരു ടൈം ആയിട്ടില്ല. എന്തായാലും നമ്മുടെ എന്തായാലും ആവൂലോ. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയാൻ ജോർജ് ഡ്യൂട്ടി വരട്ടേട്ടാ. നമ്മൾ പഠിക്കും. നമുക്ക് എന്തായാലും ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ നിങ്ങൾക്ക് പറയണതാണ് അല്ലെ. തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അതെന്തായാലും ഇതിലൊക്കെ പോവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. യെല്ലോയിലേക്ക് കൺവേർട്ട് ആവണു. അതങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരും. നൻപനായിട്ടുള്ള സ്മോക്കി അവന്റെ ഒരുവിധം എല്ലാ വാഹനത്തിലും ഈ ആംബിയൻസ് ലൈറ്റ് അല്ല. അതിന് കുറെ പേര് കളിയാക്കലും കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്താ പൂരപ്പറമ്പാണോ ലൈറ്റ്, ഓരോരുത്തരും ഇഷ്ടം. അത് നമ്മളെങ്ങനെയാ വെച്ചാലേ നമ്മളൊരു വണ്ടിനെ സ്നേഹിക്കുന്നവർക്കാണ് അതിന്റെ കറക്റ്റ് ഒരു ഫീൽ അറിയാം. കുത്തിരിക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ട് എന്താ പറയാ വെറുതെ നെഗറ്റീവ് കമന്റ്സ് അടിക്കും. അവർക്ക് എന്തെങ്കിലും പണി വേണ്ടേ അല്ലേ. മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുഴയ്ക്കലുള്ള ടാറ്റ ഹൈസനിലാണ് കേട്ടോ. എന്താണല്ലേ ഇതെന്റെ പുറകിൽ എടുക്കണം കേട്ടോ. ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷൻ. ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന്. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോകല്ലേ പോരെ. ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷൻ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈസനിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫെമിൻ മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. മച്ചാന്റെ അടുത്ത് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കട്ടോ. ഫെമിൻ മച്ചാൻ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഫെമിൻ മച്ചാൻ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭീകരനായിട്ടുള്ള ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനിൽ ടാറ്റ എന്ന് പറയുന്ന വമ്പൻ ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ? ബ്രോ ഞാൻ പറഞ്ഞുതരാം.
ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഒരു എഡീഷൻ നമുക്ക് ആകെ 2700 യൂണിറ്റ്സ് ആണ് മേക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 800 യൂണിറ്റ്സോളം നമുക്ക് സെൽ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ തന്നെ അപൂർവന് മനസ്സിലാക്കാം നമുക്ക് അത്രയും ഒരു ഫാൻ ബേസ് വരുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് ഹാരിയറും, ഇപ്പൊ ഈവൻ സഫാരി ആണെങ്കിൽ പോലും. അതായത് നമുക്കൊരു ലൈക്ക് ഒരു ചേട്ടനീനും പോലത്തെ ഒരു, അതായത് നമുക്ക് സഫാരിയിലേക്ക് വരുമ്പോൾ റോഡ് ആഡായി നമുക്ക് 7 സീറ്ററും 6 സീറ്ററും എന്നുള്ള ഒരു ഓപ്ഷൻ കയറി വരും. ഓക്കെ, ഹാരിയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോപ്പർ SUV സെഗ്മെന്റ് ആയി. 5 സീറ്ററിൽ തന്നെ നമുക്കൊരു SUV സെഗ്മെന്റ് ആയിട്ടാണ് നമുക്ക് ഹാരിയർ വരുന്നത്. അതേമാതിരി തന്നെ ഇപ്പൊ നമുക്ക് ഇതിൽ ബൂട്ട് സ്പേസ് ഇത്ര ഇൻക്രീസ് ആയിട്ടുള്ള കാരണം തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോങ് ഡ്രൈവ്സ് പോകുമ്പോഴാണെങ്കിലും നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാനും കൂടെ പറ്റും. അതായത് ഒരു ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ റൂം എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബാക്ക് സീറ്റ് ഫുള്ള് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ബെഡ് ഇട്ട് ഒരു റൂമിന്റെ ഫെസിലിറ്റി കിട്ടും. പിന്നെ വെഹിക്കിളിന്റെ സ്ട്രക്ചർ വൈസ് തന്നെ അറിയാം, നമുക്ക് ഇപ്പോൾ ലോങ് ഡ്രൈവ്സ് പോവാണെങ്കിൽ പോലും കംഫോർട്ടിന് ഒരു കുറവും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് ഈ സ്റ്റെൽത്ത് എഡീഷനിൽ ഒരു പിയാനോ ബ്ലാക്ക് എഡീഷൻ ആയിട്ടുള്ള ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. DRLs നോക്കുകയാണെങ്കിലും നമുക്കിത് ഡേ ടൈം റണ്ണിങ് ലാമ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഈവൻ പാർക്കില് നമുക്ക് ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് LED സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും. ഫെമിനിസം സെൻട്രലായിട്ട് നമുക്ക് ടാറ്റയുടെ ലോഗോ പഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതായത് ഇപ്പൊ നമുക്ക് ഡാർക്ക് എഡീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലോഗോ ആണെങ്കിലും സ്മോക്ക് ടൈപ്പ് ആണ് നമുക്ക് ലോഗോ കൊടുത്തിട്ടുള്ളത്. അതില് റൗണ്ടിലായിട്ട് നമുക്കൊരു ഓവൽ ഷേപ്പിൽ ഒരു ക്രോമും അല്ലേ? ഇപ്പൊ അതിന്റെ തൊട്ട് താഴെ തന്നെ കാണാൻ പറ്റും നമ്മുടെ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡാഷ് ലെവൽ 2+ ആണ് നമുക്ക് വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാംപ്സ് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിന്റെ തൊട്ട് താഴെയായിട്ട് കോർണർ ഫംഗ്ഷനോടെയുള്ള നമ്മുടെ ഫോഗ് ലാംപ്സോടെ കാണാൻ പറ്റും. ഈ സൈഡിലായിട്ട് എന്താണ് ഇങ്ങനെ കട്ടിങ് ആരോ ഒരു ഇത്? അത് നമുക്ക് എയർ വെന്റ്സ് ആണ്. അതായത് നമ്മൾ ഇതോടെ എയർ എടുത്തിട്ട് നമ്മൾ ഈ ടയർ മോടെ പുറത്തേക്ക് കളയുന്നു. ഓക്കെ, അതാ എന്താ പറയാ ഒരു കാറ്റ് പിടിക്കാണ്ടിരിക്കാനും വണ്ടിക്ക്. അതായത് നമുക്ക് എയറോഡൈനാമിക് ബേസ് ചെയ്തിട്ടാണ് വെഹിക്കിളിന്റെ സ്ട്രക്ചറിങ് വരുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മൈലേജ് കിട്ടാനൊക്കെ ഹെൽപ്ഫുൾ ആണല്ലോ അല്ലെ? മൈലേജ് മാത്രമല്ല നമ്മുടെ വെഹിക്കിളിന്റെ പെർഫോമൻസിനും കൂടെ അത് എഫക്ട് ചെയ്യാണ്ടിരിക്കും. ലൈറ്റ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ തന്നെ അപൂർവം മെയിൻ ആയിട്ട് നമുക്കൊരു അട്രാക്ഷൻ വരുന്ന ഒരു സൈഡാണ് നമ്മുടെ അലോയ് വീൽസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 19 ഇഞ്ച് ഹിൽസിൽ സ്റ്റെൽത്ത് ബ്ലാക്ക് എഡീഷൻ ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ അലോയ് വീൽസിന്റെ തൊട്ട് മുകളിലുള്ള നമ്മുടെ ഫ്രണ്ട് ഫെൻഡറിൽ തന്നെ ഈ സ്റ്റെൽത്ത് എന്നുള്ള മസ്കൂട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഹാരിയറും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വിസിബിലിറ്റി തരാവുന്ന ഒരു മിററും കൂടിയാണ് 360 ഡിഗ്രി ക്യാമറയും കൂടെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2741 mm ആണ് നമുക്ക് വെഹിക്കിളിന് വീൽ ബേസ് വരുന്നത്. വെഹിക്കിളിന്റെ ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ പോലും 4605 mm ആണ് വെഹിക്കിളിന്റെ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് ആണെങ്കിലും നമുക്ക് 1922 mm വിഡ്ത്ത് വരുന്നുണ്ട്. 1718 വെഹിക്കിളിന്റെ ഹൈറ്റും വരുന്നുണ്ട്. ഒരു വെഹിക്കിളിന്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അത്ര വലിയൊരു വണ്ടിയും കൂടിയാണ്. നമുക്ക് അതിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണെങ്കിലും നമ്മൾ അത്രയും ഒരു ഹൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ശരിക്കും ഭീകരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതെ, അതായത് ഒരു നമുക്കൊരു അത്ര അഗ്രസീവ് ആയിട്ടുള്ള വെഹിക്കിൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലാണ്. നേരിട്ട് കാണുമ്പോഴാണ് എന്റെ ആ ഒരു വലിപ്പവും കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ ടിയാഗോ ആയിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അതെ. അപ്പൊ ബ്രോ ഇപ്പൊ നമ്മുടെ വെഹിക്കിളിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഓഫ് റോഡ് പർപ്പസിനാണെങ്കിലും വെഹിക്കിൾ ആപ്റ്റ് ആണ്. വെഹിക്കിളിന്റെ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ തന്നെ ലെങ്തി ആയിട്ടുള്ള ഒരു ടെയിൽ ലാംപ്സ് കാണാൻ പറ്റും. അതും കണക്റ്റഡ് ലൈൻസ് ആണ് വരുന്നത്. സെൻട്രൽ ലൈൻസോടെ നമുക്ക് വരുന്നുണ്ട്. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഹാരിയർ എന്നുള്ള നമുക്ക് വലിയൊരു ബാഡ്ജിങ്ങോടെ റിയറിൽ കാണാൻ പറ്റും. അതൊരു പിയാനോ ബ്ലാക്കിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലോഗോ റിയറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ടുള്ള നമ്മുടെ 360 ഡിഗ്രി ക്യാമറ, അതായത് റിവേഴ്സ് ക്യാമറയും കൂടെ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെഹിക്കിളിൽ വരുന്ന വൈപ്പറും വിത്ത് ഡിഫോഗറും മുകളിലായിട്ട് നമ്മുടെ ഷാർപ്പിന് ആന്റിനയും കൂടെ നമുക്ക് ആഡഡ് ആയിട്ടുണ്ട്. ഈ ഭീകരന്റെ ബൂട്ട് സ്പേസ് അങ്ങോട്ട് കണ്ടല്ലോ? തീർച്ചയായിട്ടും നമുക്ക് 445 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ജസ്റ്റ് ഫെദർ ടച്ച് അല്ലേ? നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് ബട്ടൺ, സെൻസർ ബട്ടൺ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അൺലോക്ക് ആവും. ജസ്റ്റ് അതേമാതിരി തന്നെ ക്ലോസിംഗ് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ക്ലോസിംഗ് ആവും. ഇത് നമുക്ക് റിമോട്ടിലും സംഭവം ഉണ്ടല്ലോ, റിമോട്ടിൽ ഓപ്പൺ ചെയ്യാം. അതേമാതിരി തന്നെ നമുക്ക് ഇന്റീരിയറിൽ ഇരുന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ബട്ടൺ ത്രൂ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്ര ഒരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത് അല്ലേ? അതെ. എന്റെ പൊന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് 445 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ് നോർമലി പറയുന്നത്. സീറ്റോടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അത് 800+ ആക്കാൻ പറ്റും. ട്രാവലിംഗ് ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും. ഒരു ബ്ലോഗർ, ഒരു യൂട്യൂബർ, നമ്മളെ പോലുള്ള ബ്ലോഗർ ഒക്കെ ആണെങ്കിൽ അപൂർവൻ എന്തായാലും വണ്ടി ആപ്റ്റാട്ടോ. ഓക്കെ, എനിക്കിപ്പോ ഇതിനുള്ള ഒരു ടൈം ആയിട്ടില്ല. എന്തായാലും നമ്മുടെ എന്തായാലും ആവൂലോ. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയാ ജോർജ് ഊട്ടി വരട്ടേട്ടാ, നമ്മൾ പടയ്ക്കും. നമുക്ക് എന്തായാലും ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ നിങ്ങൾക്ക് പറയണതാണ് അല്ലെ? തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അതെന്തായാലും
ഇതിലൊക്കെ പോവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അല്ലേ? നമുക്ക് വെഹിക്കിളിന്റെ അടിയിലാണ് താഴത്താണ്. തന്നെ നമ്മുടെ ആഡ് ബ്ലൂവിന്റെ ഫില്ലിംഗ് കൂടെ നമുക്ക് ഇവിടെ വരുന്നത്. ഓ, ഇവിടെയാണ് വരുന്നത് അല്ലേ? നമുക്ക് ഇപ്പോ സ്റ്റെപ്പിന് എടുക്കാൻ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ല. അതായത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൂൾസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത ടയർ അടിയിലേക്ക് ഇറങ്ങി പോരും. നമ്മുടെ നോർമൽ ഇന്നോവയിലൊക്കെ വരുന്ന സെയിം സിസ്റ്റം. അതിൽ മാറ്റമൊന്നുമില്ല. ഇല്ല. ഓപ്പോസ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ബട്ടണ വരുന്ന സോഫ്റ്റ് ക്ലോസ് ആണ് വരുന്നത്. 50 ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ആണ് നമ്മുടെ വെഹിക്കിളിൽ വരുന്നത്. അപ്പൊ പുറത്തെ വിശേഷങ്ങൾ ഇത്രയാണ് അല്ലേ? അതെ. നമുക്ക് ഇന്റീരിയറിലോട്ട് പോയല്ലോ. തീർച്ചയായിട്ടും. നമ്മുടെ ഇന്റീരിയറിലേക്ക് വരുമ്പോ തന്നെ അപൂർവം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഒരു കാർബൺ നോയർ ആണ് ഇന്റീരിയർ തീംസ് വരുന്നത് തന്നെ. നമ്മുടെ ലെതർ സീറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഡാഷ് ബോർഡ്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഫിനിഷിലേക്കാണ് വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 3 മെമ്മറിയോടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈവൻ നമ്മളിപ്പോ ഒരു ഡ്രൈവറെ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണെങ്കിലും ആ ഡ്രൈവർക്ക് നമുക്കൊരു സീറ്റിന്റെ അവരുടെ സീറ്റ് ലെവൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് ഒരു 2 മെമ്പേഴ്സിനും കൂടെ ഇതിൽ സേവ് ചെയ്തിടാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഒരു ഡ്രൈവറെ വെക്കുകയാണെങ്കിലും നമ്മൾ ഓടിക്കുകയാണെങ്കിലും ആ വാഹനം ഡോറ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കംഫർട്ട് സീറ്റിലേക്ക് വരും. ഫുള്ളി മാറ്റ് എഡീഷൻ ആയിട്ടുള്ള ഇന്റീരിയർ തീംസ് ആണ് നമ്മുടെ ഈ സ്റ്റെൽത്ത് എഡീഷന് വന്നിട്ടുള്ളത്. നമ്മൾ ഡാർക്ക് എഡീഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാർബൺ നോയർ ഇന്റീരിയർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്കൊരു സ്മോക്ക്ഡ് ക്രോംസും കൂടിയാണ് നമുക്ക് വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. ഇതൊരു വേ ഓഫ് അട്രാക്ഷൻ കൂടിയാണ് നമുക്ക് വെഹിക്കിളിൽ കൊടുക്കേണ്ടത്. അതായത് ബാക്കി ബ്ലാക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ക്രോം വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. അതെ. 4 ഡോർ പവർ വിൻഡോസും കൂടെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമുക്ക് ടാറ്റയുടെ തന്നെ ഒരു ഇലിമിനേറ്റ് ലോഗോടെ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇപ്പൊ നമുക്ക് നോർമലി നമ്മുടെ ഇപ്പൊ വെഹിക്കിൾസ് ഒക്കെ സിമിലർ ആണ്. ബബൂറോ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എടുത്ത വീഡിയോസിൽ നോക്കി കഴിഞ്ഞാലും നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൽ ഇലിമിനേറ്റ് ലോഗോടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ എല്ലാ വാഹനത്തിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതിപ്പോ ഈവൻ നമ്മളൊരു നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോ പോലും നമുക്കതൊരു എന്താ പറയാ ഒരു ലക്ഷറി ഫീല് തരാവുന്ന ഒരു ഫീച്ചറും കൂടിയാണത്. ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു 10.5 ഇഞ്ചസിന്റെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലസ്റ്ററിൽ നോക്കുകയാണെങ്കിലും നമുക്ക് നാവിഗേഷൻ നമുക്ക് ഇതിൽ ഈ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നാവിഗേഷൻ തന്നെ നോർത്ത് സൗത്തിന്റെ പൊസിഷൻസ് കാണാൻ പറ്റും. നമ്മളിപ്പോ ഒരു ഓഫ് റോഡ് പോവാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സെക്ടർ വൈസ് പോകാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മുടെ മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിൽ കാണിക്കും. സെറ്റിങ്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ട്രിപ്പ് ഇൻഫോ, അതായത് നമുക്ക് റീഡിങ്സ് കാണാൻ സെപ്പറേറ്റ്, നമ്മുടെ ആവറേജ് ഫ്യൂർ പെർ ലിറ്റർ, ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ ക്ലസ്റ്ററിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇൻഫോർടൈൻമെന്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നമുക്കൊരു 12.3 ഇഞ്ചസിന്റെ ഒരു ഹ്യൂജ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് തന്നെ. തൊട്ട് താഴെ തന്നെ നമ്മുടെ AC വെന്റ്സ് കാണാൻ പറ്റും. AC വെന്റ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിംഗിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതില് നൈറ്റ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആംബിയൻ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിലും വന്നിട്ടുണ്ട്, ഡോർസിലും വന്നിട്ടുണ്ട്. നമുക്ക് നൈറ്റ് കുറച്ചുകൂടെ ഒരു ആംബിയൻ ഫുൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ ഈ സൺറൂഫിന്റെ ബോർഡേഴ്സിലാണെങ്കിൽ പോലും നമുക്ക് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അറിയണമെങ്കിൽ നൈറ്റ് കാണണം. നൈറ്റ് വേറെ ഒരു വൈബ് തന്നെയായിരിക്കും. അതെ. നമുക്കിത് ലൈറ്റ് നമുക്ക് ഈ ഒരു ആംബിയൻസ് ഒക്കെ മാറ്റാലോ അല്ലെ? കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ തന്നെ കാണാം. ഈ മൂഡ് ലൈറ്റ്സ് എടുത്ത് തന്നെ നമുക്ക് ഈ കളേഴ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം. കളേഴ്സ് കണ്ടോ ഇവിടെ നീക്കും തോറും നമുക്ക് കളേഴ്സ് മാറുന്നുണ്ട്. ഓ, ഈ ബ്ലൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അതെ. ഫെമിൻ മച്ചാനെ നൈറ്റ് തന്നെയാണ് ഇതിന്റെ ഒരു വൈബ് അറിയാലോ. അതെ. റൂഫിലും ഈ ലൈറ്റ്സ് വരുന്നുണ്ടല്ലോ. സൺറൂഫിന്റെ ഈ ബോർഡേഴ്സിൽ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. മച്ചാനെ അത് വേറൊരു ലെവലാവൂല്ലോ അല്ലെ? അതെ. അതായത് നമ്മള് നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫീൽ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ മോഡൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെയിൻബോ പോലെ നമുക്ക് കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ഓവർ ആയിട്ട് വരും. ഇപ്പൊ ഇതിൽ ഗ്രീൻ ഷെയ്ഡ് ആയിട്ടുണ്ട്, പിന്നെ ഇത് യെല്ലോയിലേക്ക് കൺവേർട്ട് ആവണോ, അതങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരും. നമുക്കൊക്കെ ആ ഒരു ഫീലിംഗ് കിട്ടണം എന്നുള്ള ഒരു ബേസ് ഉണ്ട്. നമുക്കിത് നൈറ്റ് ഞാനൊരു ദിവസം വന്ന് നോക്കാട്ടെ. ആയിക്കോട്ടെ. നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലൊക്കെ നമുക്ക് നോക്കാമല്ലോ അല്ലെ? ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള ഒരു സംഭവം. ഞാൻ നൻപനായിട്ടുള്ള സ്മോക്കി അവന്റെ ഒരുവിധം എല്ലാ വാഹനത്തിലും ഈ ആംബിയൻസ് ലൈറ്റ് അല്ല. അതിന് കുറെ പേര് കളിയാക്കലും കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്താ പൂരപ്പറമ്പാണോ ലൈറ്റ്, ഓരോരുത്തരും ഇഷ്ടം. അത് നമ്മളെങ്ങനെയാ വെച്ചാലേ നമ്മളൊരു വണ്ടിനെ സ്നേഹിക്കുന്നവർക്കാണ് അതിന്റെ കറക്റ്റ് ഒരു ഫീൽ അറിയാം. എന്താ പറയാ, ഒരു പണിയില്ലാണ്ട് ചൊറിയും കുത്തിയിരിക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ട് എന്താ പറയാ വെറുതെ നെഗറ്റീവ് കമന്റ്സ് അടിക്കും. അല്ല, അവർക്ക് എന്തെങ്കിലും പണി വേണ്ടേ അല്ലേ? അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ കുഞ്ഞപ്പനില് ഇങ്ങനെ ഒരു ലൈറ്റ്, ഈ ഒരു വൈബ് ആംബിയൻസ് കിട്ടാനുള്ള ഒരു ലൈറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ. നമ്മുടെ ടച്ച് പാനൽസ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഫോഗ് ലാമ്പിന്റെ ആണെങ്കിലും കോർണറിംഗ് ഫംഗ്ഷന്റെ ആണെങ്കിലും
റിയർ ബൂട്ട് ഓപ്പണിംഗ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഉള്ളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. സ്വിച്ച് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവും, ഒന്നോടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ആവും. സെയിം നമ്മുടെ ഹാരിയറിൽ വന്നിട്ടുള്ള സെയിം. ഇത് വന്നിട്ടുള്ള ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആംറസ്റ്റ്, അഡ്ജസ്റ്റബിൾ ആംറസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഹാരിയറിലാണെങ്കിലും സഫാരിയിലാണെങ്കിലും കസ്റ്റമർ റിവ്യൂ ബേസ്ഡ് ഉള്ളത് അവർക്ക് ആംറസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആംറസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആംറസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഒരു ആവശ്യം മനസ്സിലാക്കിയിട്ട് ടാറ്റ എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമറുടെ നീഡ്സ് അനുസരിച്ചിട്ട് അവര് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഓരോ വെഹിക്കിൾസ് അവർ ഡിസൈൻ ചെയ്യുന്നത്. ഇത് നമുക്കൊരു നല്ല ഹൈറ്റ് സൈസുള്ള ഒരാള് വന്നാലും നമുക്ക് എന്താ പറയാ ആ ഒരു കയ്യ് അതിനുള്ള സൗകര്യം വരെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്, കൂൾഡ് ആയിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. 12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് അതിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജറും ഒരു USB പോർട്ടും കൂടെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. തന്നെ ഗ്രൂപ്പ് നമുക്ക് വയർലെസ് ആയിട്ടുള്ള ഒരു ചാർജറും കൂടെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 45 വാട്ട്സിന്റെ ഒരു സി ടൈപ്പും ഒരു USB പോർട്ടും കൂടെ നമുക്ക് ഇവിടെ അവിടെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് നോർമലി നമ്മുടെ സിറ്റി ഡ്രൈവ് മോഡിലാണ് ഇപ്പൊ ഈ ഒരു മോഡ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെറ്റ് മോഡിലേക്ക് വരും. ഇതിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഫ് റോഡ് മോഡ് വരും. അതായത് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ചെറിയൊരു ഓഫ് റോഡ് ഒക്കെ പോവാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സസ്പെൻഷൻ എത്രയും ടൂണ്ടപ്പ് ആവാനുള്ള ഒരു മോഡാണ് ഈ റഫ് മോഡ് വരുന്നത്. ബെഡ് മോഡ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ലിപ്പറി ആയിട്ട് ഇപ്പൊ ഈവൻ നമ്മൾ റെയിൻ ടൈമിലൊക്കെ പോകുമ്പോൾ ഒരു സ്ലിപ്പറി റോട്ടിലാണ് പോണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോഡിലേക്ക് ഇട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് 4 ടയറിലേക്കും ആ ഒരു എഫക്റ്റിംഗ് വരും. ഒരു ഹൈറ്റിലുള്ള റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു തെന്നല് കാര്യങ്ങളില്ലാതെ ഇപ്പൊ നമ്മൾ ഈ റെയിൻ ടൈമിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ആ ഒരു മോഡില്. 3 ടെറൈൻ മോഡ്സും 3 ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്. ബ്രാൻഡ്സിൽ വരുന്ന വെഹിക്കിളിന്റെ ഈ ഷിഫ്റ്ററാണ് നമ്മുടെ ഈ വെഹിക്കിളിലും കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് എന്നുള്ള മോഡും പിന്നെ പാർക്ക് മോഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡ് ഫീച്ചറോടെ വരുന്നുണ്ട്. നമ്മുടെ ഈ വെഹിക്കിളിൽ വരുന്ന പിന്നെയുള്ള ഒരു മെയിൻ അട്രാക്ഷൻ ആണ് നമ്മുടെ പാനോറാമിക് സൺറൂഫ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ പോലും നമുക്ക് ഇതുമായി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കയറി നിൽക്കണം എന്നുള്ളൊരൊറ്റ അങ്ങനെയാണ് ഇപ്പൊ കുട്ടികൾക്ക് എല്ലാം ഒരു അട്രാക്ഷൻ വരുന്നത്. ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കേറി ആ ഒരു പ്രകൃതി അല്ലെ കാണാനും. കുട്ടികൾ മാത്രല്ല ഇപ്പൊ വലിയവരാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളൊക്കെ ഇതിന്റെ മുകളിൽ കയറി പോകുമ്പോ നമുക്ക് റോട്ടിലൂടെ പോകുമ്പോഴാണേലും ആ ഒരു ഫീല് ഇപ്പൊ ഒരു ഹിൽ റേഞ്ചോടെ ഒക്കെ പോകുമ്പോ നമ്മൾ അങ്ങനെ കയറി പോകുമ്പോ നല്ല രസമാണ്. അല്ല നമ്മുടെ ലൈഫിലല്ല നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. എത്ര നാള് ജീവിതം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ലൈഫ് നമ്മള് സന്തോഷിച്ചു പോവാ, ഒരാളെ വിഷമിക്കാണ്ടല്ലേ, ഒരാൾക്ക് ഉപദ്രവം ചെയ്യേണ്ട നന്നായിട്ട് പോവാ, ലൈഫ് അടിപൊളിയാക്കിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാ. എന്തായാലും സൺറൂഫ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടാ. അപൂർവം നമ്മുടെ റിയർ സീറ്റിലും കൂടെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഹൈറ്റ് വരുന്നത്? ഞാനൊരു 5.8 ആണ് വരുന്നത്. ഇപ്പൊ എന്റെ ഹൈറ്റ് വൈസ് നോക്കാണേലും നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ ബാലൻസ്ഡും ആണ്. നമുക്ക് ലെഗ് സ്പേസ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപൂർവ മാക്സിമം ആണ് നമുക്ക് സീറ്റ് ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് പോലും നമുക്ക് ഇത്രയും സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. ഇനിയിപ്പോ ഒരു 6 അടി ഹൈറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ അതിൽ വിട്ടിട്ടുള്ള ഹൈറ്റ് ഉള്ള കുഴപ്പമില്ല അടി ഉണ്ടെങ്കിൽ പോലും കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ തൈ സപ്പോർട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈവൻ നമ്മുടെ ഇപ്പൊ ആംറസ്റ്റ് ആണെങ്കിലും വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സും കൂടെ ആയിട്ടാണ് നമുക്ക് ആംറസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് ഇതിൽ നമുക്ക് അത്രയും കംഫർട്ടബിളി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ റിയറിലേക്കുള്ള AC വെന്റ്സ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നില്ല നമ്മുടെ ഇതിൽ വരുന്ന മ്യൂസിക് സിസ്റ്റം, അതായത് ഹാമന്റെ സ്റ്റീരിയോയില് നമുക്ക് 10 സ്പീക്കേഴ്സ് ആയിട്ട് വരുന്ന JBL സ്പീക്കേഴ്സും കൂടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാണ്ട് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ അറിയാൻ പറ്റും. അത്രയും ചൂടുള്ള ഒരു ടൈമാണ്. നമുക്കിപ്പോ ഈ കൂൾ ഫിലിമൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് ഇല്ലീഗലാണല്ലോ. അതിന്റെ ഇഷ്യൂസ് കുറെ നമുക്കിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സും കൂടെ നമ്മുടെ വെഹിക്കിളിൽ വരുന്നുണ്ട്. കൂളാവാനൊക്കെ ടൈം എടുക്കും. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് നമുക്കൊരു പ്രീമിയം വെഹിക്കിൾസിൽ കൊടുക്കാവുന്ന ഫീച്ചേഴ്സുകളാണ്. അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഇത്ര അധികം ഫീച്ചേഴ്സ് കിട്ടാണ്. നമ്മുടെ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷന്റെ വിശേഷങ്ങൾ ഇത്ര വരുന്നത് അല്ലേ? അതെ. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്? അതായത് ഇപ്പൊ നമുക്ക് സ്റ്റെൽത്ത് എഡിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വേരിയന്റിൽ മാത്രമാണ് ഈ ഒരു എഡിഷൻ വരുന്നത്. അപ്പൊ അതിന്റെ പ്രൈസ് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് 25,09,990 ആണ് നമ്മുടെ പ്രൈസിങ് വരുന്നത്. അത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് 26,49,990 നമ്മുടെ പ്രൈസിങ് വരുന്നുണ്ടല്ലോ അല്ലെ?
ചിലപ്പോ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുവരുന്ന നമ്മുടെ മച്ചന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യാലോ അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഫെമിൻ മച്ചാന്റെ നമ്പർ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിക്കുക. ഈ ഒരു ഭീമൻകുട്ടനെ അല്ലെങ്കിൽ ഈ ഒരു ഭീകരനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷന്റെ വിശേഷങ്ങൾ പറഞ്ഞെന്ന നമ്മുടെ സ്വന്തം ഫെമിൻ മച്ചാൻ, താങ്ക്സ് ലോട്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇന്നത്തെ വിശേഷം ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷൻ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചൂണ്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.